അതൊരു സാധാരണ ഞായറാഴ്ചയായിരുന്നു. 2004 ഡിസംബർ 24. ശ്രീലങ്കയുടെ തെക്കൻ തീരത്തുകൂടി തിരക്കിട്ട ഓഷ്യൻ ക്യൂൻ എക്സ്പ്രസ് എന്നറിയപ്പെട്ടിരുന്ന മാട്ര എക്സ്പ്രസ് ട്രെയിൻ തലസ്ഥാനമായ കൊളംബോ ലക്ഷ്യമാക്കി കുതിച്ചു പോവുകയായിരുന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾ കഴിഞ്ഞതിന്റെയും അവധിക്കാലത്തിന്റെയും സന്തോഷം ഓരോ കോച്ചുകളിലും നിറഞ്ഞു നിന്നു. ഏകദേശം 1500 മുതൽ 2000 വരെ ആളുകൾ ആ തീവണ്ടിയിലുണ്ടായിരുന്നു. തീർത്ഥാടകരും ജോലിക്കാരും കുടുംബസമേതം യാത്ര ചെയ്തവരും എല്ലാവരും അവരവരുടെ സ്വപ്നങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും യാത്ര തുടരുകയായിരുന്നു. സൗന്ദര്യമുള്ള കടൽത്തീരങ്ങളിലൂടെ തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെ ട്രെയിൻ മാത്ര നഗരം കടന്ന് മുന്നോട്ട് പോയി. കൃത്യം രാവിലെ 9:30 യാത്ര പെട്ടെന്ന് നിശ്ചലമായി. ഇന്തോനേഷ്യയിലെ സുമാത്രയിൽ സംഭവിച്ച ഭൂകമ്പത്തിന്റെ ഫലമായി ആദ്യത്തെ ദുരന്തത്തിന്റെ സൂചനയായി ഒരു ചെറിയ തിരമാല തീവണ്ടിയുടെ പാളത്തിൽ വെള്ളം കയറ്റി. പെരാലിയ എന്ന ചെറിയ ഗ്രാമത്തിനടുത്ത് ട്രെയിൻ നിന്നു. യാത്രക്കാർ ജനലിലൂടെ നോക്കി. എല്ലാവർക്കും അതൊരു സാധാരണ വെള്ളപ്പൊക്കം പോലെ തോന്നി. ചിലർ ഇറങ്ങി കാഴ്ചകൾ കണ്ടു. മറ്റു ചിലർ അടുത്ത സ്റ്റേഷനിലേക്ക് പോകാനായി കാത്തിരുന്നു. എന്നാൽ കുറച്ചു സമയം കൊണ്ട് എല്ലാം മാറി മറഞ്ഞു. ആരും പ്രതീക്ഷിക്കാത്ത ഭീമാകാരനായ ഒരു അതിഥി ആഞ്ഞു വരുന്നുണ്ടായിരുന്നു. അത് സുനാമി ആയിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ കടലിന്റെ നിറം മാറി. ഒരു മല പോലെ ആദ്യത്തെ ഭീമൻ തിരമാല ആ തീരത്തേക്ക് പാഞ്ഞെടുത്തു. നിമിഷങ്ങൾക്കകം അത് തീവണ്ടിയെ ഇടിച്ചു തകർത്തു. തീവണ്ടി ഒരു കളിപ്പാട്ടം പോലെ കീഴ്മേൽ മറിഞ്ഞു. എന്നാൽ അപ്പോഴും ആളുകൾ പ്രതീക്ഷ കൈവിട്ടില്ല. പലരും ബോഗിയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. പിന്നീട് വന്ന രണ്ടാമത്തെ ഏറ്റവും വലുതുമായ തിരമാല എല്ലാം അവസാനിപ്പിച്ചു. ഏകദേശം 9 മീറ്റർ 30 അടിയോളം ഉയരത്തിൽ ആഞ്ഞടിച്ച ആ തിരമാല കൂറ്റൻ ഇരുമ്പ് പെട്ടികളായ ട്രെയിൻ ബോഗികളെ ചിതറിപ്പിച്ചു. കോച്ചുകൾ പരസ്പരം കൂട്ടിയിടിച്ചു. ചതിപ്പിലേക്ക് ഒഴുകി നീങ്ങി. വീടുകളിലെയും തെങ്ങിൻ മരങ്ങളിലും ഇടിച്ചു കയറി. ട്രെയിൻ പാളം വിട്ട് 50 മീറ്റർ അകലെ വരെ ഒഴുകിപ്പോയി. കരയിൽ നിന്നവരും ട്രെയിനിൽ നിന്ന് യാത്രക്കാരും അവിടുത്തെ ഗ്രാമവാസികളും ആയിരക്കണക്കിന് ആളുകൾക്കും ആ ജലപ്രളയത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ട്രെയിൻ ദുരന്തത്തിൽ മാത്രം ഏകദേശം 1700-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായി എന്നാണ് കണക്ക്. മൃതദേഹങ്ങൾ പല ദിവസങ്ങളോളം കണ്ടെത്താനായില്ല. ലോകചരിത്രത്തിലെ ഒരൊറ്റ റെയിൽ ദുരന്തത്തിൽ ഇത്രയും പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവം വേറെയില്ല. ആ ദുരന്തത്തിൽപ്പെട്ട ഒരു തീവണ്ടി കോച്ച് ഇന്നും പെരാലിയയിൽ ഒരു സ്മാരകമായി ആ ദിവസത്തിന്റെ വേദന ഏറ്റുവാങ്ങി നിലകൊള്ളുന്നു. ആ കടൽത്തീരം ഇന്ന് ശാന്തമാണ്. പക്ഷേ അതിന്റെ അടിയിൽ ഉറങ്ങുന്ന ആയിരക്കണക്കിന് ഓർമ്മകൾ ആ ദുരന്തത്തിന്റെ കഥ ഇപ്പോഴും മന്ത്രിച്ചുകൊണ്ടിരിക്കും. ആ യാത്രക്കാരുടെ കഥ കേട്ടപ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാതെ വിങ്ങലായിരിക്കും. ആ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.